പിന്നീട് രാജേന്ദ്ര അർലേക്കർ ചെയ്തതെന്താ? RSSന്റെ ഏത് ചിഹ്നം? ദാ VD സതീശൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവും എടുത്ത് കേരളത്തിൽ തെക്കുവടക്ക് കടക്കാൻ തുടങ്ങി. അപ്പൊ SFI പറഞ്ഞു ഇത് RSSന്റെ ചിഹ്നമാണ്. ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇത് RSSന്റെ ചിഹ്നമാണ്. VD സവർക്കർ തയ്യാറാക്കിയ ചിഹ്നമാണ്. ഈ ചിഹ്നം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ചിഹ്നമാണ്. അങ്ങനെ RSSന്റെ ചിഹ്നത്തെ, ഏത് ചിഹ്നത്തെ? മനുഷ്യനെ തല്ലിക്കൊല്ലാൻ RSS ഉപയോഗിക്കുന്ന ചിഹ്നത്തെ, മനുഷ്യനെ വിഭജിക്കാൻ RSS ഉപയോഗിക്കുന്ന ചിഹ്നത്തെ RSS പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര അർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ SFIക്കാരനെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ നിങ്ങൾ ഗുണ്ട എന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ ഗുണ്ട ഈ കേരളത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ. കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക്, ഏത് സെനറ്റുകളിലേക്ക്? നിയമപരമായി അർഹതപ്പെട്ടവർ ജയിച്ചു വരേണ്ട സെനറ്റുകളിലേക്ക് പിൻവാതിലൂടെ, ബാക്ക്ഡോറിലൂടെ, ആകാശത്തൂടെ ഓടി പൊളിച്ച് RSSകാരെ അകത്ത് കയറ്റി ഇരുത്താൻ കേരളത്തിലെ ചാൻസലർമാരും വൈസ് ചാൻസലർമാരും ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്ത SFIക്കാരൻ VD സതീശന്റെ ഭാഷയിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ അതെ ഞങ്ങൾ SFIക്കാർ പുറം വാതിലൂടെ കയറ്റുന്ന BJPക്കാർക്കെതിരെയുള്ള ഗുണ്ടയാണ് എന്ന് പറയാൻ എനിക്കൊരു അപമാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ സർവകലാശാലകളെ ഒരു കാരണവശാലും കൈപ്പിടിയിലാക്കാൻ കഴിയാത്ത RSSന് വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളിലേക്ക്, ഈ കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കാൻ കഴിയുമാറ് RSSകാരെ വിന്യസിച്ചപ്പോ ആ ഓരോ വൈസ് ചാൻസലറെയും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരങ്ങളുടെ പ്രതികരിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ, ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ ഇനിയും ഈ RSSകാർ നിയമിച്ച വൈസ് ചാൻസലർമാരെ സന്ധിയില്ലാതെ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഞങ്ങൾ SFIക്കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും.